ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹിബ ജാഫർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാടിൻ്റെ സ്വന്തം കോഴിയും കുമ്പളങ്ങയും കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പോയി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഴി അതൊരു 1 കിലോന് അടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ നിങ്ങൾക്ക് എത്ര കറി വേണോ, എത്ര കഴിക്കാൻ ഇഷ്ടമാണോ അത്രയ്ക്ക് എടുക്കാം. പിന്നെ മല്ലിയില കുറച്ച്, 3 പച്ചമുളക്, 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, നല്ല ചെറുതായി അരിഞ്ഞതല്ല, നൈസായി അരിഞ്ഞത്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി മുളകും കൂടെ മിക്സിയിലിട്ട് അടിച്ചത്, പിന്നെ തേങ്ങ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും നമ്മൾ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് മല്ലിപ്പൊടി ഒരു 5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് അളവ് എടുക്കുക. പിന്നെ ചിക്കൻ മസാല. ഇതൊക്കെ ഏകദേശം ഒരു കറിക്കുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും ഞാൻ താഴത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലെവൽ കൊടുക്കാം. പിന്നെ ഞാൻ മറന്നുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ദെൻ നമ്മൾ 2 ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് വെച്ചിട്ടുള്ളത്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വഴന്ന് വരാൻ എളുപ്പത്തിന് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ട മൊത്തം ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നില്ല, ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ശേഷം നമ്മളിപ്പോൾ റീസെൻ്റായി കേട്ടതാണ്, ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് വഴന്ന് വരുന്നു കേട്ടു. നമ്മൾ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. ഡെഫിനറ്റ്ലി അത് നന്നായി വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊരു സക്സസ്ഫുൾ ഐഡിയ ആയിരുന്നു, അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രൗൺ കളറായിട്ടൊന്നും വഴന്ന് വരണ്ട, കറിക്കുള്ളതാണ്. അപ്പോൾ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും മുളകും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 2-3 മുളകും ഇട്ടിട്ട് അടിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം തന്നെ അത് മിക്സ് ചെയ്ത് ഒരു പാകത്തിനാവുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണോളം ഇടുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ മാറിക്കിട്ടും. കുറച്ച് പിന്നെ നമ്മൾ അളവിന് എടുത്ത് വെച്ചിട്ടുള്ള പൊടികളാണ് ഇനി ഇടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടീസ്പൂണോളം മുളക് പൊടി, അത് നമ്മുടെ മുളകിനനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാം. 5 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി കുറച്ച്, ഗരം മസാല കുറച്ച്, ചിക്കൻ മസാലയും കുറച്ച്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മൾ ആവശ്യത്തിനിടുന്ന അളവിന് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് അത്യാവശ്യം നല്ല തന്നെ ഇട്ട് കൊടുക്കേണ്ടത്, മുളക് ഇഷ്ടമുള്ളതിനനുസരിച്ച്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ടൊമാറ്റോ ആണ്, തക്കാളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തക്കാളി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനെ നല്ലോണം മിക്സ് ചെയ്യണം. തക്കാളി ജ്യൂസ് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഉടഞ്ഞിട്ട് ജ്യൂസ് ഇറങ്ങുന്നത് പോലെ നല്ല രീതിക്ക് അതിനെ ആക്കണം. അപ്പോൾ അതിന് ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ തക്കാളീൻ്റെ ഇത് തക്കാളി ഉടഞ്ഞു കിട്ടും നമുക്ക്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ അത് നല്ലോണം ഉടഞ്ഞ് നല്ല നമുക്ക് പാകത്തിനായിട്ട് കിട്ടും. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഒരു 1 kg അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക.
അതിന് നമ്മുടെ ഇത്രയും കൂട്ട് ആ ചിക്കനിലേക്ക് നല്ല പിടിക്കുന്നത് പോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു കറിക്ക് ഇനി നമ്മൾ തേങ്ങ അരച്ച് കൂട്ടുകയൊക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ഇത് വെന്ത് വരാനുള്ള അത്ര വെള്ളം ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇതിനെ ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുമ്പളങ്ങ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഇട്ട് കുത്തി ഇളക്കി ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം കുമ്പളങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുമ്പളങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അത് ആ ഒരു ഇതിൽ കടന്ന് തന്നെ നമുക്കറിയാമല്ലോ, കുമ്പളങ്ങ അത്രയും നമ്മൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. ഒരുപാട് കുത്തി ഇളക്കരുത്. നമ്മൾ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അടുത്തത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പെരുംജീരകവും ഒരു 2 ചെറിയ പീസ് പട്ടയും ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ അരയ്ക്കുന്നത്. അപ്പോൾ നല്ലോണം തേങ്ങ അരച്ചിട്ട് നമുക്കിത് നേരെ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് ആ തേങ്ങ ഫുള്ളായി കിട്ടുന്ന പോലെ നല്ല വൃത്തിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് തിക്കും അതുപോലെ ക്വാണ്ടിറ്റിക്കും അനുസരിച്ച് വെള്ളം ആഡ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതായത് നമ്മൾ തേങ്ങ ഫുള്ളായി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യമൊക്കെ വെള്ളം എടുത്ത് ഒഴിച്ച് നമ്മൾ തേങ്ങ എടുത്തതിന് ശേഷം നമുക്ക് അതിനെത്ര കറിക്ക് ഒരുപാട് തിക്ക് വേണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ക്വാണ്ടിറ്റിയാണ് വേണ്ട കൂടുതൽ ആൾക്കാർ കൂടുതലുള്ളതാണെങ്കിൽ വെള്ളം ഒഴിക്കാം. നമുക്കപ്പോൾ ആൾക്കാർ കൂടുതലാണ്, അപ്പോൾ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അത് തിള വരാൻ വേണ്ടി കാത്ത് നിൽക്കാം. അപ്പോൾ തിളച്ചു, നമ്മൾ അടച്ച് വെച്ചതായിരുന്നു, ആ പൊസിഷൻ നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ അടച്ച് നല്ലോണം തിളച്ച് വന്നു. കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുറന്ന് വിട്ടിട്ട് തന്നെ അത് തിളയ്ക്കാൻ നോക്കാം. നമ്മൾ തന്നെ നമ്മുടെ ഒരു കൺവെട്ടത്തിൽ തന്നെ ഇത് തിളയ്ക്കാൻ വിടാം. എന്നിട്ട് നല്ല തിളച്ച് വന്നാൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു ഭംഗിക്ക് മുകളിൽ കുറച്ചുകൂടെ മല്ലിയിലയൊക്കെ ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായ റെസിപ്പിയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ഒരു ഗസ്റ്റിന് വിളമ്പുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു പാത്രത്തിലേക്കൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. നല്ല കളറിൽ നല്ല ടേസ്റ്റിലുള്ള കറിയാണ്. നമുക്ക് കുറച്ച് ചോറ്, അപ്പം നമുക്കിന്നിവിടെ ചോറും ഇത് മാത്രം മതി. നമുക്കിതിന് സ്പെഷ്യൽ ഒരു കറിയുടെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതും ചോറും ചിക്കനും കുമ്പളങ്ങയും കറിയും പപ്പടവും കൂട്ടിയിട്ട് ഒരു ഉരുള നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ